കണ്ടാമണിച്ച് നിന്റെ ഒരു റീല് കാണാൻ എനിക്ക് ജീവിക്കാൻ വയ്യ ഇപ്പൊ. ഞാൻ ഇന്നിങ്ങനെ ലൈവ് ചെയ്തോണ്ടിരുന്നപ്പോൾ എന്റെ കൂട്ടുകാർ പറഞ്ഞു ഒരു പച്ച തീട്ടോട്ട് അതെടുത്ത് പോത്ത് വെച്ചാ വെളുക്കോത്. ക്യാഷൊക്കെ അങ്ങ് ബ്ലഷ് അടിച്ചിട്ടങ്ങ് ഇങ്ങനെയൊക്കെ പ്രാന്ത് നിനക്കാണാ പ്രാന്ത്. ഇത് കൊള്ളാല്ലേ ബസന്തി. അപ്പം എന്തുവാ ഇവനെല്ലാം നീ പറഞ്ഞോ മുത്തേ, നീ പറഞ്ഞോ. ഒരു കണ്ടാമണിച്ച് നിന്റെ ഒരു റീല് കാണാൻ എനിക്ക് ജീവിക്കാൻ വയ്യ ഇപ്പൊ. അടുത്ത എടാ ഇപ്പൊ ഏത് സ്ഥലത്തും വരുന്ന ഒരേ ഒരു എടാ ഞാൻ ഇന്നാള് നോക്കിയപ്പോ ഞാൻ ഇല്ലാത്ത ഒരു റീലില് എന്നെ മേക്കപ്പ് ഇട്ട് കിടത്തേക്കുന്ന ആ ഫോട്ടോ അതിൻ്റെ അകത്ത് കമന്റ് ഇട്ടേക്കുന്ന ഒരുത്തൻ. ഞാൻ ആ റീലിലേ ഇല്ല, അതില് കമന്റ് ഇട്ടേക്കുന്നവൻ. ഇതൊക്കെ സ്നേഹമുള്ള പെട്ടുകളുള്ള ഒരു അവസ്ഥ ലൈഫിൽ കിരിയ മനസ്സിലായില്ലേ. ഇപ്പൊ നിങ്ങൾ ചോദിക്കാമല്ലോ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ അത് ആ ട്യൂബിലേറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ല എന്റെ ചക്കുടു കയറിയിട്ടിരുന്ന ഓരോരോ ഐറ്റംസ് ആണ് മനസ്സിലായില്ലേ. അപ്പൊ സിമെന്റ് ആണോന്നോ? ഓ ഇവിടെ തറ കെട്ടാൻ പോണ്, നാളെ വാർപ്പ് വിളിക്കാം. പിന്നെ എനിക്ക് സിൽവർ സർഫറിനെ തേറിട്ട് അവന്റെ കമന്റ് തേതാ മേളി പോയി, അവൻ സർഫ് ചെയ്ത് മേളി പോയി. സ്റ്റിയറിംഗ് വീൽ ഊരി ഏറിയണ്ണ കോക്കുവിനെ വാർത്തെടുക്കുന്നത്. ഗോക്കു ഹായ്, ഫോർസ കളിക്കുന്നത് ക്ലോസ്ഡ് കോൺവേ ആണോ ഓർ നിങ്ങൾക്ക് കയറാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ കളിക്കുന്നത് നമ്മുടെ അറിയാവുന്ന ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഗൈസ്. കാരണം ചിലവന്മാരൊക്കെ നമ്മുടെ വീഡിയോസ് നമ്മളെ ഓട്ടിക്കുന്നത് കണ്ടിട്ടേ ഇവനൊക്കെ ഈ കാർട്ടൂൺ ഗെയിമും കളിക്കാരല്ലേ ഇവനൊക്കെ സ്കില്ലുള്ള, ഇവനൊക്കെ ആ അസറ്റോ കുറച്ചതിലൊക്കെ വരാൻ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് കുറെ പേരൊക്കെ അവരിടുന്നുണ്ട്. യവന്മാരൊക്കെ നോക്കിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ആരെയും വെളിയിൽ നിന്ന് കളിപ്പിക്കാൻ എടുക്കുന്നില്ല. എടോ ആലോചിക്കട്ടോ, നമ്മളിവിടെ ആരത്തെങ്കിലും പോയി പറയുന്നുണ്ട് നമ്മളവിടെ കിടില ആളുകളാണ്, നമ്മൾ തമ്മിൽ ഫൈറ്റ് ചെയ്തില്ലടാ അങ്ങനെയൊക്കെ. എന്നുവെച്ചാ നീ ഷണ്ടൻ ഈകള്, അത് സത്യമാണ്. എന്നാലും നമ്മൾ തമ്മിൽ അടിപൊടുത്തല്ലേ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാ ഡോൺ പറ. ഞാൻ ഇന്നിങ്ങനെ ലൈവ് ചെയ്തോണ്ടിരുന്നപ്പോൾ എന്റെ കൂട്ടുകാർ പറഞ്ഞു ഒരു പച്ച തീട്ടോട്ട് അതെടുത്ത് പോത്ത് വെച്ചാൽ വെളുക്കോത്. അങ്ങനെ ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു അതെടുത്ത് കൊണ്ടുവരാൻ. അപ്പോഴാണെങ്കിൽ എനിക്കൊരു ചക്ക കിട്ടിയേ. അപ്പോഴാ പോടാ ഏവല് ഷൊണ്ണാപ്പി. ഇത് കാസ്ട്രോ വാച്ചിങ് എന്തൊരു കാസ്ട്രോ എന്തൊരു സെക്യൂരിറ്റിയാ എന്റെ. അയ്യോ നീ കട്ടിച്ചു. പെട്ടെന്ന് മനസ്സിലായടാ ഗ്യാസ്ട്രൊക്കെ പെട്ടെന്ന് മനസ്സിലായട്ടാ. നീ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്. ലൈവ് നോക്കിയത് എന്ത് ഇന്നലത്തെ അത് ചന്ദ്രനല്ലേ ഇത്? ഫുൾ ടൈം സ്ട്രീമിംഗ് ആണല്ലോ. തങ്കമാർന്ന പെൺകൊടി മങ്കമാറിലേറെ. ഗൈസ് ഞാൻ ഈ ലൈവ് കാണുന്നവരോട് കുറെ നേരം ചോദിക്കും നമ്മള് എന്ത് മച്ചു ഹായ്
I don't know Hindi. I'm from South India. So Are basically, you calling me Tamil? no, I was in a call with my friend. Oh, okay. So, which language do you speak? Do you speak Telugu? No, I speak Malayalam. I'm from Kerala. Have you heard about Kerala? Oh, Malayalam. I love. Your friend po Dubai to po. You know, I had a friend. He used to live in Dubai, but he used to speak Oh. Malayalam. I can't see you. Is that you guys hide your Mwah, camera? mwah, Yes, you hide our camera. Okay, why? Yes, we are hiding our camera. Why? Because we wear hijab and I'm not wearing my hijab. You guys are fear about talking to random strangers on social media using halal. Yes, there is halal. Like, നാണായി ക്ലാസ്സിലേക്ക് നാണായി അയ്യോ ഇത് കഴിഞ്ഞില്ലേ? വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടേ? ക്യാഷൊക്കെ അങ്ങ് ബ്ലഷ് അടിച്ചട്ടാ അങ്ങ് മതി. നിന്റെത് വേറെ കളറല്ലേ? എന്റെ ഡ്രൈ ആയി, നിന്റെ ഡ്രൈ ആവണ്ടേ? ബാലൻ വാച്ചിങ് ഹാരി പോട്ടറെ താങ്ക് സോ മച്ച് കിക്കടാ. ഹൃദയ് താങ്ക് സോ മച്ച് കിക്കടാ. ബാലൻ മറ്റു പാട്ട് എന്തിനായിരുന്നു? ബാലൻ 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 മുടിപൊട്ടി ശീലൻ കലികോടൻ വേലൻ പലകോടൻ നമ്മുടെ ബാലൻ 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 ബാലൻ. സത്യമല്ലേ പറഞ്ഞ പോലെ നെറ്റിയില് മറ്റേ ചെസ് കളിക്കാനുള്ള സ്ഥലമായി ഇപ്പൊ വന്നു. വിലലു പലകോടൻ നമ്മുടെ ബാലൻ 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 ബാലൻ. സത്യമല്ലേ പറഞ്ഞ പോലെ നെറ്റിയില് മറ്റേ ചെസ് കളിക്കാനുള്ള സ്ഥലമായി ഇപ്പൊ വന്നു. അയ്യോ ഇതെന്തിനാണ് എന്റെ ലൈവ് എടുത്ത് പിള്ളേര് പറയാൻ പറഞ്ഞു നീ ഇപ്പൊ എന്റെ ലൈവ് എടുത്ത് വെച്ചേക്കുന്നില്ല, അതേപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. പലകോടൻ നമ്മുടെ ബാലൻ 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 ബാലൻ. ഇങ്ങനെയൊക്കെ പ്രാന്ത് നിരക്കാനാ പരാത് ഓടാറങ്ങി. ഉദ്ദേശിക്കുന്നത് ഇതെന്തിനാണ് എന്റെ ലൈവ് എടുത്ത് പിള്ളേര് പറയാൻ പറഞ്ഞു നീ ഇപ്പൊ എന്റെ ലൈവ് എടുത്ത് വെച്ചേക്കുന്നില്ല, അതേപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. എന്നോട് പിള്ളേര് പറഞ്ഞു അതോടെ എന്നോട് പിള്ളേര് പറഞ്ഞു അതുപോലെ ഞാൻ എടുത്ത് വെച്ച്. ഇങ്ങനെയൊക്കെ പ്രാന്ത് നിരക്കാനാ പരാത് ഓടാറങ്ങി. ഉദ്ദേശിക്കുന്നത് എന്റെ ലൈവ് എടുത്ത് പിള്ളേര് പറയാൻ പറഞ്ഞു നീ ഇപ്പൊ എന്റെ ലൈവ് എടുത്ത് വെച്ചേക്കുന്നില്ല, അതേപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. എന്നോട് പിള്ളേര് പറഞ്ഞു അതോടെ എന്നോട് പിള്ളേര് പറഞ്ഞു എന്നോട് പിള്ളേര് പറഞ്ഞു എന്നോട് പിള്ളേര് പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രാന്ത് നിരക്കാനാ പരാത്. ഇതെന്തോ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഒന്നും ചെയ്യാൻ എടുത്ത് ആദ്യം പഠിച്ച പരിപാടി ഇത് വെച്ചിട്ടാണ് ലൈവ് ഇടാൻ പോകുന്നത്. ഇത് വെച്ചെടുത്ത് ഇത് വെക്കും. എന്ത് ആ ഞാൻ എന്റെ ലൈവ് എന്നും ചെയ്യണം. ഇനി നീ പറയുന്ന എങ്ങനെ ചെയ്യാം? എന്നോട് പിള്ളേര് പറഞ്ഞു എന്നോട് പിന്നെ ആരാ പറഞ്ഞ എന്നോട് പിള്ളേരല്ലേ പറഞ്ഞ നിനക്ക് ഇത്ര പിള്ളേരാ? പെണ്ണ് കെട്ടിയ എന്റെ ചാറ്റാണ് പറഞ്ഞത്. എന്റെ ചാറ്റ് ഇത് വെച്ചെടുത്ത് ഇത് വെക്കും. എന്ത് ഞാൻ എന്റെ ലൈവ് എന്നും ചെയ്യണം. ഇനി നീ പറയുന്ന എങ്ങനെ ചെയ്യാം? എന്നോട് പിള്ളേര് ഇത് നോക്കിക്കൊണ്ടിരിക്കണേ. എന്നോട് പിന്നെ ആരാ പറഞ്ഞ എന്നോട് പിള്ളേരല്ലേ പറഞ്ഞ നിനക്ക് ഇത്ര പിള്ളേരാ? പെണ്ണ് കെട്ടിയ എന്റെ ചാറ്റാണ് പറഞ്ഞത്. എന്റെ ചാറ്റ് നീ ചിരിക്കാറാ? ഞാൻ സീരിയസാ. ഞാൻ എന്റെ ലൈവ് എന്നും ചെയ്യണം. ഞാൻ നിർത്തി. ഞാൻ ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് വയ്യ കഴിഞ്ഞ ദിവസത്തെ പോലെ. വയ്യ 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 വയ്യ. അവൻ തോറ്റേ ഇത്തവണ ബാലൻ തോറ്റേ ഇത്തവണ ബാലൻ തോറ്റേ ഇത്തവണ ബാലൻ തോറ്റേ ഇത്തവണ ഞാൻ ജയിച്ചേ ഇത്തവണ ബാലൻ തോറ്റി കുയ് കുയ്. ഹലോ ഹലോ മെന്നാണനാ പിന്നെ പക്ഷെ അങ്ങേര് വിശ്വസിച്ചോളയോട്ടാ. ഇത് എന്താ പ്രശ്നം? എന്താ ഇപ്പം ഇവിടെ എന്താ
എടാ ഗോകു നിന്റെ ആ സാധനം ഗ്രീൻ സ്ക്രീനിന്റെ കണക്ക് കുഴി വീഴുന്നതാ നോത്ത്. സാറേ ഇത് ശരിയാണല്ലേ? Yeah. It's okay, it's okay. ഈകളെ നീ എന്തിയടാ? വിനീതുണ്ടോ അവിടെ? ഇതില് പോടാ ഇറങ്ങി. വിനീതേ, എന്താ ഈകളെ ഞാൻ പറയും നീ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മുട്ട അടിക്കുമെന്ന്. എന്നിട്ട് അല്ല ഇപ്പൊ ഇവിടെ പോയി ഞാൻ ഫസ്റ്റ് അടിച്ചാലോ? സൂപ്പർ അല്ലേ? അത് നടക്കത്തില്ലെന്ന് അറിയാം, അതുകൊണ്ടാ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത്. ലാസ്റ്റ് ഫസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു നോക്കാം ചേട്ടാ. ഒരു മിനിറ്റ്, ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫേസ് ക്യാം ഒരു പ്രതീക്ഷ ഉള്ളത് ടുബോർക്കിന് വന്നില്ല, തീർന്നു. ഫേസ് ക്യാം ഒരു ക്രോമാക്കി കൂടെ എടുത്തിടണം, മനസ്സിലായില്ലേ? എന്നിട്ട് ആ ക്രോമാക്കിയിൽ കസ്റ്റ് എടുക്കണം. എന്നിട്ട് ആ കസ്റ്റ് എടുത്തിട്ട് പിക്ക് സ്ക്രീൻ എടുത്തിട്ട് ഇതിങ്ങനെ എടുക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് അങ്ങ് ഓക്കെ എടുക്കണം. അപ്പൊ ഞാൻ എന്നെ കാണാതാവും. ഞാൻ അതോടെ പോയി. ഇങ്ങോട്ട് ഇത് കൊള്ളാല്ലേ? ബസന്തി. ഇത് കൊള്ളാം. എടാ എവിടാ നിന്റെ ചേട്ടൻ, നിന്റെ അജിയൻ, നിന്റെ ബാബൻ? വന്നിട്ട് പോയാലോ? ജോൽജോ, താങ്ക് യു സോ മച്ച് കിക്ക് പിന്നെ മുത്താണ് ജോൽജോ. ഇതെനിക്ക് കുറെ പേരെ രക്ഷിക്കാൻ പോടാ. നിങ്ങളെ വീട്ടിലെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? വീണ്ടും വന്ന ഗ്യാസ് ലൈവില് വണ്ടി ഓടിക്കുമ്പോഴേ എന്നെ ബാക്കിൽ കെട്ടി വലിച്ചോണ്ട് കൊണ്ടുപോയാൽ. വിനീത്, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് വിനീതേ. നീ ഫസ്റ്റ് എത്തും, എനിക്കറിയാം. ചന്ദ്രൻ വരൂല, ചന്ദ്രൻ എനിക്ക് വിശ്വാസമില്ലെങ്കിൽ നിന്റെ എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് ഇന്ന് കീ ഇടാം, കീ ഇട്ടോ. എടാ മെന്നീര ലൈവില് എന്തായി? മെന്നീര ലൈവില് എന്തായി? നിന്നെ കേൾക്കാം. ഈ കുണ്ണക്ക് എന്താ പ്രഷർ കൂടിയവന്? എടാ വിനീത് പറഞ്ഞ നീ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാ എന്തോ മുട്ട അടിക്കാന്ന്. ഞാനല്ല ചേട്ടൻ മുട്ട അടിക്കാന്ന് പറഞ്ഞത്. ഞാൻ മുട്ട അടിക്കാന്ന്. കണ്ടോ എന്തിനാ ഫസ്റ്റ് അടിച്ച? കളിയില് ഫസ്റ്റ് അടിച്ച റേസില് ചേട്ടൻ മുട്ട അടിക്കാന്ന്. എത്ര ഇന്നത്തെ ദിവസം അതോ ഫസ്റ്റ് മാച്ചിൽ? ഞാൻ വിനീത് ഫസ്റ്റ് അടിച്ചാലുള്ള കാര്യമാണ്. അതപ്പോ നടക്കത്തില്ലല്ലോ. അല്ലെ നീ എപ്പോ ഉറങ്ങി? നീ എപ്പോ അടിച്ചളിയാ? അളിയാ ഞാൻ 11 മണിക്ക് ഉറങ്ങി, 7 മണിക്ക് എണ്ണീറ്റ് നിങ്ങള് രാവിലെ 8 മണി വരെ 9 മണി വരെ ലൈവ് ഉണ്ടായിരുന്നു. 10 മണിയാ 10:30 ഉണ്ട്. അത് ഞാനല്ല, എന്റെ ചാനൽ ഇവനായിരുന്ന ലൈവ്. ഞാൻ 4 മണിക്കൂർ ഗോകുന്റെ ചാനലിൽ ലൈവ് ഉണ്ട്. ഐ റേസിംഗ് കിടില്ല അളിയാ. ഞാൻ ഇന്നൊരു റേസ് കളിച്ച് ഇന്ത്യക്ക് വേണ്ടി ഫ്ലാഗ് വെക്കാൻ പോയി എന്നെ അമ്മ ആയുധമുണ്ട് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു. നമ്മുടെ അവസ്ഥ 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരു റേസ് കേറും. നിങ്ങൾ നല്ല എപ്പോഴും ഉറങ്ങിന്നിട്ട്? ഞാൻ രാവിലെ 11 മണി വരെ ചാനലിൽ ലൈവ് ഉണ്ട്. മര്യാദക്ക് നമ്മളെ മൂപ്പിച്ച് ഒരു ഐ റേസിംഗ് എടുത്ത് ആ വഴി നല്ല റിയലിസ്റ്റിക് ഓടിക്കോട്ടെ പറഞ്ഞല്ലേ. എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയി $50 കളഞ്ഞ് $50 കളഞ്ഞു. ഓരോ ദിവസം നോക്കി അല്ലെ ഓരോ വണ്ടിക്കും ഓരോ നമ്മള് കളിച്ചോണ്ടിരുന്നപ്പോഴേ നോക്കി ഈഗിളുടെ കാർഡ് തരത്താര പോയി ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ആ കാറങ്ങ് വാങ്ങി തരത്താര. അറിയാതെ അത് എങ്ങനെ പറ്റിയാന്ന് എപ്പോഴും ടാപ്പ് ആയ ഒരു കാറൊക്കെ വാങ്ങിച്ചു. ജോഗി എന്തായി ക്ലാഷ് ഓഫ് ക്ലാൻസ്? എന്താ വേനടാ എല്ലാരും കൂടെ 19 പിള്ളേർക്ക് എല്ലാവരും കയറുന്ന ക്ലാൻ തുടങ്ങിയ ലൈവിൽ പറഞ്ഞാലും നമ്മള് ഞാൻ പോകും. അങ്ങനെ സ്കൈഡാക്സിനെ നീ പിടിച്ച് ലീഡറാ, കോ ലീഡർ ആക്കിയല്ലടാ.
വാറിടാൻ വേണ്ടി ആരെല്ലാം വേണ്ടേ? ഇല്ല ഇന്ന് ജോക്കിയുടെ ക്ലാന്റ് അപ്പൊ എന്റെ വേറെ 2 പേര് ഉറങ്ങിപ്പോയി. അളിയ എനിക്കിനി സ്പെല്ലും കൂടെ ഉള്ളു. ഞാൻ ഐഫോൺ മാക്സ് ആക്കിയോ? ടൗൺ ഹാള് 10 മാക്സ് ആക്കി. TOWNHALL മാക്സ് സ്പെല്ല് ചെയ്യാൻ പറഞ്ഞു. ഒരു 60 മാക്സ് ഉണ്ട് വരട്ടെ. 60 മാക്സ് ഏത് ഫോണാണെങ്കിൽ എന്റെ ഞങ്ങളുടെ 70 പ്രോ മാക്സ് ഉണ്ട്. അല്ലേ എന്റെ XR ആണേ. XR ആ XR ഇത്ര വർഷം ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. XR നീ മാത്രം ഉപയോഗിക്കുന്നുണ്ടോ? ആ പൊലയാടിമനെ കൊണ്ടുപോയത് എന്റെ ഫോണ്. ആ ഫുഡ് നമ്മളെ ഇറങ്ങിയ സമയത്ത് അപ്പം വാങ്ങിച്ച സാരം മനസ്സിലായി. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ എന്റെ 10 ഉണ്ട്. അതല്ല ചേട്ടാ, ഇത് ആദ്യമായിട്ട് മറ്റേ രഞ്ജു ചേട്ടൻ മേടിച്ചെന്ന ഫോണ്. അതും എന്റെ കയ്യിൽ XR ആണ്. ഇത് എന്റെ കാലിനാണ് XR. ഞാൻ ആളെ കിട്ടില്ല. ഗിൽഡ് നെയിം പറയാവോ? എടാ ഇത് ഫ്രീ ഫയറിന്റെ കാര്യമല്ല പറഞ്ഞു, ക്ലാഷ് ഓഫ് ക്ലാന്റെ കാര്യം പറഞ്ഞു. ഗ്ലൂ വാലറിന് ഓടാ. ഗിൽഡും ക്ലാനും ഒക്കെ സെയിം ആണ് അല്ലേ? ആ ഫ്രീ ഫയറിൽ ഗിൽഡ് നിന്റെ പേര് ജോക്കി, എന്റെ പേര് ഗോക്കു, നീ ഞാൻ ഒന്നാണ്. രണ്ടും വീട് പെരാന്ന് പറഞ്ഞ രണ്ടൊന്നല്ലേ? രണ്ടൊന്നല്ലേ? വേറെ എക്സാമ്പിൾ കുറെ ഉണ്ട്. വേറെ ഞാൻ ഒന്നും പറയുന്നില്ല, വിട്ട് കളയാണ് ഞാൻ. മാങ്ങയടണ്ടിയും മാങ്ങാണ്ടി ഒന്നല്ലേ? എനിക്ക് പുതിയ ബണ്ടിൽ ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചാണ്. കുഞ്ഞില്ലേ കുറിഞ്ഞില്ല. അതിന്റെ അച്ഛൻ ചെയ്യുന്ന പരിപാടിയല്ലേ, നമുക്കറിഞ്ഞൂടാ. ഇതിലോട്ട് വന്നോ, നമ്മൾ ഇതിലോട്ട് വന്നോ. അങ്ങനെ തുടക്കാൻ എല്ലാരും ജോയിൻ ചെയ്യോ പ്ലീസ്, ദയവ് ചുമ്മാ അടിയും വഴക്കുണ്ടായിരുന്നു. സ്ക്രീനിൽ കാണാനില്ല. ബിരിയാണി എടാ നിങ്ങളൊക്കെ എന്താ സംസാരിക്കണേ? എനിക്കറിയാം ഇതൊക്കെ ബുദ്ധി വിവരമൊക്കെ പോയോ? ഇത് മോഹൻലാല് എടാ എനിക്ക് പുതിയ ഇത് ബണ്ടിൽ വാങ്ങിച്ചാടാ. മോഹൻലാല് വിഗോച്ചില്ലെങ്ങനെ എല്ലാരും ജോയിൻ ചെയ്യോ? എന്നെ എടുത്ത് പേരെടുത്തിട്ട് വിനീത ജോയിൻ ചെയ്തേ. ചെയ്തല്ലോ. ബ്ലൂ ഷിഫ്റ്റർ ആദ്യം വന്നിരിപ്പുണ്ട്. പിന്നല്ലാതെ അവസാനം അവൻ ആദ്യം വന്നിരിക്കും. പിന്നല്ലാതെ ചേട്ടനില്ലേ ചേട്ടാ? ചേട്ടൻ കളിക്കത്തില്ല. കളിക്കത്തില്ല. ടേബിൾ ഇറക്കുന്നതായിരിക്കത്തില്ല. വേറെ ഓഫ് ചെയ്ത് വെച്ചിട്ടാ ഇല്ലല്ല, ഞാൻ കേട്ടുള്ളൂ. ലോഡിംഗ് സ്ക്രീൻ ഇല്ല. ഇന്ന് നീ വാളിയാ ജോക്കി. വെള്ളിയാഴ്ച സിറ്റി വരുവോളിയാ. അണ്ണാ നെറ്റി തൊളയുന്ന മാത്രമല്ല മൂക്കിലുണ്ട്. നിന്റെ അവിടെ മൂക്കിലോട്ട്. അതാ മൂക്കില് വായിലോട്ടെന്നാ പറഞ്ഞേ. നീ എന്തോ വേറെ രീതിക്ക് എടുക്കുന്നത്? ഞാൻ ചിരിച്ച മൂക്കിലുണ്ട്. മൂക്കിലുണ്ടെന്ന് പറയാം. മൂക്കിൽ ഇപ്പൊ ചിരിക്കണേ. ചുമ്മാ ചിരിച്ചു കളിയാ. അങ്ങനെ ചിരിക്കണ്ട, അത് എല്ലാവർക്കും ഉള്ളതാ. അയ്യേ ചമ്മി പോയി. എന്താണ് അതിന്റെ പ്രശ്നം? നമുക്ക് റാങ്ക് പുഷ് ചെയ്യണം കേട്ടോടാ. ആ കളവനെ വിളിച്ച് എന്നെ നീ എന്തിനാണ് ഇപ്പൊ ഇത് ചെയ്തത്? ആര്? അല്ല ഈ ചാറ്റ് ഞാൻ പിത്തടിയെ കാട്ടി കഷ്ടമാണ്. അത് ഞാൻ പറഞ്ഞൊന്നുമില്ല. എന്റെ പൊന്നളിയ ചാറ്റിയല്ലേ? ചാറ്റിൽ അളിയാ മറ്റേ ജിയോ ഗസ്റ്റർ ഡൂലി പുഷ് ചെയ്യണം കേട്ടാ. പിച്ചളിയെ പുഷ് ചെയ്യാം.
GTA 6ന്റെ ലീക്ക് അത് ഗ്രാഫിക്സ് എടാ അത് ഒരു വർഷം എടാ, മുന്നത്തെ 2023 എഞ്ചിന് വെച്ചിട്ടുള്ള വീഡിയോ അല്ലേ? അത് ഫുള്ളി ഇതല്ല ഇപ്പോഴത്തെ നിങ്ങൾ ഇനി 27-ാം തീയതി നിങ്ങൾ വെയിറ്റ് ചെയ്യും 27-ാം തീയതി വരെ വെയിറ്റ് ചെയ്യും 27-ാം തീയതി ഫുൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് വരും മനസ്സിലായില്ലേ ഷോ ആണ് ഒരു നെറ്റ്ഫ്ലിക്സ് ഷോ തന്നെയാണ് അത് അവർ കൊണ്ടുവയ്ക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു നെറ്റ്ഫ്ലിക്സ് ഷോ വരുന്നത് ഒരു ഗെയിമിറ്റ് അത് ഗെയിം പ്ലേ റിവീൽ അല്ലോടാ. ഗെയിം പ്ലേ റിവ്യൂല പക്ഷെ ഇത് 30 മിനിറ്റാണ്ടുണ്ട് ആ ഷോ അണ്ണ ആരെങ്കിലും എടുക്കാവോ ഈകളെ നീ അവളെ കൊണ്ട് പോയോട്ടോ ഡ്രസ് എടുക്കാൻ കൂടിയാണേ. ഇത് എനിക്ക് ഈ പിറ്റ് ഹൗസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഈ 240 വയ്ക്കുന്നത് എപ്പോഴും 540 പോകും. ഞാൻ വീണ്ടും വന്നിട്ട് എടുത്തിട്ട് ആക്കണം. ഏതവനാണ് എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞത് അവന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. എന്തോടാ ഈ പിറ്റ് ഹൗസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്ട് കിടക്കുന്ന സാധനം അളിയാ. ഇതിപ്പോ അപ്ഡേറ്റ് ചെയ്ത് ഇപ്പൊ തലവേദന അളിയാ. ഇപ്പൊ എനിക്ക് കുറച്ച് ബാം തേക്കടാ, കുറച്ച് ബാം തേക്ക്. എല്ലാരും ജോയിൻ ആവടാ. ഞാൻ ഇത് ഇതാക്കട്ടെ. എടാ ഈകളെ ആ ഡ്രസ് എടുക്കാൻ കൊണ്ടുപോയോ? ഇല്ലല്ല ജോഗിയോ, എന്നിട്ട് ഇന്ന് കുഞ്ഞിന് വയ്യായിരുന്നു, ആശുപത്രി പോയിട്ട് വന്നു. എനിക്കും പനിയും ചുമയായി, കുഞ്ഞിനും പനിയും ചുമയായി. ആ കൊഴപ്പില്ല, ഇപ്പൊ ഭയങ്കര മൂക്കൊലിപ്പ്. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നു. എനിക്ക് ഇന്നലെ ഒരു കുഴപ്പമില്ലെന്നല്ലോ എനിക്ക്. അല്ല ഇന്ന് ഉറങ്ങി എണ്ണിട്ട് തൊട്ട് ഒടുക്കത്തെ തൊണ്ടവേദനയും ചുമയും, എന്താന്ന് ഒരു പിടുത്തമില്ല. അളിയാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് നിന്റെ മുഖത്ത് എന്തുവാടാ? ഹലോ ഇതെന്താ സംഭവം? എന്താ മുഖത്ത്? അത് മറ്റേ ഫേസ് മാസ്ക്. കളറാണോ? എന്റെ പൊന്നു ബ്രോ, ഞാനിപ്പോ വെൽക്കെയർ പോയി കുഞ്ഞിനെയും കാണിച്ച് മരുന്നും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. കുഞ്ഞിന് വയ്യാന്നല്ല കള്ളത്തരം പറയൂ. ഇങ്ങനെയാടാ അത് ടൈപ്പ് ചെയ്യുമ്പോ ഒന്ന് ആലോചിക്കടാ, ഞാൻ എന്താ ടൈപ്പ് ചെയ്യുന്നതെന്ന്. സത്യം ഇത് രസം. എടാ ഗോകു ഏറ്റവും സുഖം PC-ക്കകത്ത് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നേടാ. അപ്പൊ നമുക്ക് വാമ പ്രൈസ് ഇടാം. നമുക്ക് വാം പ്രൈസ് എല്ലാരും അവരവരെ കാറൊക്കെ എടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഒരിക്കലും ബാലൻസ് ആവില്ല അളിയാ, അതാണ് പ്രശ്നം. അല്ല അത് വാമ്പല്ലി നമ്മളത് നോക്കുന്നൊന്നുമില്ലല്ലോ. അല്ല വാമപ്പർ ഞാൻ ഒരു കിടല ഇട്ടുതരാം. വേണ്ട വേണ്ട, ഞാൻ ഒരു കിടലം വണ്ടി ഇട്ടുതരാം. വൈറ്റ് അവര് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല. വാ 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 വാ. നമുക്കതില്ല ഇടാൻ പോ. ഇതൊന്നും അടങ്ങാവോ? ഇത് കടലാക്കല്ലേ ഇത്? ബോബിന്റെ നാളത്തെ തമ്പനിയിലതായിരിക്കും ഞാൻ അങ്ങോട്ട് വരണോ ചാറ്റിലോ ഇത് ലൈവിലോട്ട്? അതൊക്കെ കൊണ്ടുപോയി, അതൊക്കെ വെട്ടിക്കൊണ്ടേണ്ടാവും എപ്പോഴേ. ഫ്രീ ബ്രേക്കിൽ ഓടാക്കും. ഞാൻ വന്നാ അപ്പിട്ടു പറഞ്ഞേ. ആ അപ്പി മറ്റേ ഫേസ് ക്യാബ് പറ്റിട്ട് അപ്പി വെക്കും അവിടെ. അപ്പൊ ഓകും അപ്പി നോക്കും വെക്കും. ഞാൻ നോക്കുമ്പോണ്ട് കാസ്റ്റർ കൊണ്ട് കുപ്പിയൊക്കെ എടുത്ത് തല്ലുന്ന് ഓടുന്നു.